എന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് നൈട്രസ് ആസിഡുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അതാണ് റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. അപ്പോൾ അമീൻസിനെ പറ്റി പറയുമ്പോൾ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടേർഷ്യറി അമീൻ എന്നിവ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പല തരത്തിലാണ്. ഇവിടെ നൈട്രസ് ആസിഡുമായിട്ട് ഡയറക്റ്റ്ലി അങ്ങ് റിയാക്ട് ചെയ്യുകയല്ല. നൈട്രസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇൻസിറ്റ്യൂ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം നൈട്രൈറ്റ് ആൻഡ് മിനറൽ ആസിഡാണ്. അതായത് റിയാക്ഷൻ മിക്സ്ചറിലേക്ക് സോഡിയം നൈട്രൈറ്റും മിനറൽ ആസിഡും ആഡ് ചെയ്യുക വഴി ആ ഒരു റിയാക്ഷൻ്റെ സിസ്റ്റത്തിൽ തന്നെ ഇൻസിറ്റ്യൂ ആയിട്ട് നൈട്രസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന നൈട്രസ് ആസിഡുമായിട്ടാണ് അമീൻ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻസ് വരുമ്പോൾ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടേർഷ്യറി അമീൻ എന്നിവ പല തരത്തിലാണ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് പ്രൈമറി അമീൻസ് എങ്ങനെയാണ് നൈട്രസ് ആസിഡിനോട് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആലിഫാറ്റിക് അമീൻസ് ആണ്. പ്രൈമറി ആലിഫാറ്റിക് അമീൻസ് റിയാക്ട്സ് വിത്ത് നൈട്രസ് ആസിഡ് ടു ഫോം ആലിഫാറ്റിക് ഡയാസോണിയം സോൾട്ട്സ്. ബട്ട് ദീസ് ആർ അൺസ്റ്റേബിൾ, സോ ഇറ്റ് ലിബറേറ്റ്സ് നൈട്രജൻ ഗ്യാസ് ആൻഡ് ആൽക്കഹോൾ. ഇവിടെ പ്രൈമറി ആലിഫാറ്റിക് അമീൻ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. നൈട്രസ് ആസിഡ് എന്ന് പറയുന്നത് NaNO2, അതായത് സോഡിയം നൈട്രൈറ്റും മിനറൽ ആസിഡ് ആയിട്ടുള്ള HClഉം റിയാക്ട് ചെയ്ത് ഇൻസിറ്റ്യൂ പ്രൊഡക്ഷൻ നടത്തുന്ന നൈട്രസ് ആസിഡുമായിട്ടാണ് ഇവിടെ പ്രൈമറി അമീൻ റിയാക്ട് ചെയ്യപ്പെടുന്നത്. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഡയാസോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഡയാസോണിയം സോൾട്ട് ആണ് ഉണ്ടാകുന്നത്. നമുക്കിവിടെ കാണാം RN2+Cl-. N2 ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകളെയാണ് ഡയാസോണിയം സോൾട്ട്സ് എന്ന് വിളിക്കുന്നത്. ഇത് ഒരു ആൽക്കൈൽ ഡയാസോണിയം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ടാണ്. ഇത് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ മോളിക്യൂളിൻ്റെ പ്രസൻസിൽ ഈ കോമ്പൗണ്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആൽക്കഹോളും നൈട്രജൻ ഗ്യാസും HClഉം ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെയാണ് പ്രൈമറി അമീൻസ്, അതായത് ആലിഫാറ്റിക് പ്രൈമറി അമീൻസ് സോഡിയം നൈട്രൈറ്റിനോടും മിനറൽ ആസിഡിനോടും കൂടെ റിയാക്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഇത് ആരോമാറ്റിക് അമീൻസ് ആണെങ്കിലോ, ആരോമാറ്റിക് അമീൻസ് റിയാക്ട്സ് വിത്ത് നൈട്രസ് ആസിഡ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് ടു ഫോം ഡയാസോണിയം സോൾട്ട്സ്. സാധാരണയായിട്ട് ആരോമാറ്റിക് അമീൻസ് സോഡിയം നൈട്രേറ്റും മിനറൽ ആസിഡും ആഡ് ചെയ്യപ്പെട്ട് ഇൻസിറ്റ്യൂ പ്രൊഡക്ഷൻ നടത്തുന്ന നൈട്രസ് ആസിഡിനോട് റിയാക്ട് ചെയ്യുന്നത് വളരെ ലോ ടെമ്പറേച്ചറിലാണ്. ഏകദേശം 0 to 5 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ വളരെ നന്നായിട്ട് നടക്കുക. ഈ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്ന് വിളിക്കാം. ഈ കോമ്പൗണ്ടുകൾ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സിന്തസിസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ലാബുകളിലെല്ലാം തന്നെ പ്രൈമറി അമീനായി സെലക്ട് ചെയ്യുന്നത് അനിലീനാണ് അല്ലേ? അപ്പം അനിലീൻ്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് അല്ലെങ്കിൽ പ്രൈമറി അമീൻ്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ഡൈ ടെസ്റ്റ്. അവിടെ എന്താണ് ചെയ്യാറുള്ളത്? ലിറ്റിൽ എമൗണ്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു, അതിലേക്ക് സോഡിയം നൈട്രൈറ്റും HClഉം ആഡ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ മിക്സ്ചറിനെ ലോ ടെമ്പറേച്ചർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഐസിൽ വെക്കുന്നു. അപ്പോൾ ഐസിൽ വെക്കുമ്പോൾ ഏകദേശം 0 to 5 ഡിഗ്രി സെൽഷ്യസ് വരെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ഡൈ ഫോർമേഷൻ കാണാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻസ് എല്ലാം തന്നെ ഒരു ആരോമാറ്റിക് പ്രൈമറി അമീൻ്റെ നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷനായിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ അത് തന്നെയാണ്. അനിലീൻ undergo reaction with sodium nitrite and HCl. In situ production of 3 or nitrous acid takes place, and nitrous acid undergo reaction with aniline and form benzene diazonium chloride. Reaction നടക്കുന്നത് ഏകദേശം 273 to 278 Kelvin ടെമ്പറേച്ചറിലാണ്, അതായത് 0 to 5 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആണ്. ഈ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.